ഹലോ, യാത്രകളെന്നും പ്രിയപ്പെട്ടതാണല്ലേ? ഞാൻ പറഞ്ഞതല്ല, വേറൊരു യൂട്യൂബർ പറഞ്ഞതാ. ചിലപ്പോൾ ഒരു യാത്രയാണ് പ്രിയപ്പെട്ടതാക്കുന്നത് കാണുന്ന കാഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ പരിചയപ്പെടുന്നവരായിരിക്കാം, കഴിക്കുന്ന ഫുഡായിരിക്കാം, പലതും ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയും മനോഹരമാക്കിയത് പ്രകൃതി തന്നെയായിരുന്നു. അതിമനോഹരമായ പ്രകൃതി, അല്ലെങ്കിൽ മഴയിൽ കുളിച്ച് നിൽക്കുന്ന പ്രകൃതി എന്നൊക്കെ പറയാം. ആദ്യത്തെ ഞങ്ങളുടെ ലൊക്കേഷൻ തുമ്പൂർ മൊഴിയായിരുന്നു. ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഈ മഴയത്ത് കുളിച്ച് നിൽക്കുന്ന തുമ്പൂർ മൊഴി കാണാൻ ശരിക്കും അടിപൊളിയാണ്. ആ തടയണകളിൽ നിന്ന് വരുന്ന വെള്ളം കാണാൻ നമ്മൾ മെസ്മറൈസിങ് എന്നൊക്കെ പറയാം. ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ളത് ഒരു തൂക്കുപാലം, പിന്നെ ഒരു വാച്ച് ടവർ, പിന്നെ കുഞ്ഞു പിള്ളേർക്കുള്ളൊരു ഒരു പാർക്കും കൂടെയാണ്. പക്ഷേ ഇപ്പം നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ പാർക്കൊന്നും അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. പക്ഷേ ഇതൊക്കെയുണ്ട്. തൂക്കുപാലത്ത് കൂടെ നടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. ഈ തുമ്പൂർ മൊഴിയുടെ ടിക്കറ്റ് കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അവിടെ അധികം ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് അതില്ലാതെ തന്നെ ഈ തൂക്കുപാലത്തുമ്പോൾ നിന്നിട്ട് ഈ വെള്ളം ഒഴുകുന്നത് കണ്ട് നിൽക്കാൻ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ശരിക്കും നിന്ന് പോകും. അല്ലാത്ത മഴയില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇത്രയ്ക്കും ഭംഗിയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന സ്ഥലത്ത് ഇവിടെ ചുമ്മാ നിൽക്കാൻ ഭയങ്കര രസമാണ്. എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾ പോയ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു, വെയിലും ഇല്ല മഴയും ഇല്ല, അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രകൃതി നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന പോലെ തോന്നിയത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ, ബാക്കി നിങ്ങൾ കാണുക. ഓക്കെ, ബൈ. ഹലോ, അടുത്ത ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെ അല്ല, സൗത്ത് ഇന്ത്യയുടെ തന്നെ അഹങ്കാരമായ അല്ലെങ്കിൽ അഭിമാനമായ ഒരു കുഞ്ഞു നയാഗ്ര ഫോൾസിലേക്കാണ്. വേറെ ഒന്നുമല്ല, അതിരപ്പള്ളിയാണ്. സോ അതിരപ്പള്ളി എത്തനേക്കാളും മുൻപ് ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അഡൾട്ട്സിനുള്ളതും കാറിനുള്ള പൈസയൊക്കെ അവിടെ കൊടുക്കാം. അതിരപ്പള്ളി മാത്രമല്ല, അത് കഴിഞ്ഞുള്ള വാഴച്ചാലും നമുക്ക് അതിൻ്റെ കൂടെ കാണാൻ പറ്റും. പിന്നെ അതിരപ്പള്ളി ഫോൾസ് ശരിക്കും കാണാനുള്ളൊരു വ്യൂ പോയിന്റ് അതിരപ്പള്ളി എത്തുന്നതിന് കുറച്ച് മുന്നായിട്ടുണ്ട്. സോ എന്തുണ്ടായാലും അവിടെ നിർത്തി അതിരപ്പള്ളിയുടെ ഭംഗി കാണാൻ ആരും മറക്കരുത്. പിന്നെ അവിടെ നിന്ന് വളരെ അടുത്താണ് അതിരപ്പള്ളി മെയിൻ എൻട്രൻസ്. സോ അവിടെ കാറിടാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇടുക, അല്ലെങ്കിൽ ഇതേ ഈ നിരയുള്ള കാറിൽ എവിടെയെങ്കിലും പോയിട്ട് ഇടേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം എടുത്ത ടിക്കറ്റ് ഉള്ളതുകൊണ്ട് വേറെ ടിക്കറ്റ് വഴി അടുത്ത ലൊക്കേഷനായ വാഴച്ചാൽ നമ്മൾ എടുക്കണ്ട. പിന്നെ ഈ താഴെ കാണുന്ന റെയിൽവേ പാളം എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം ഫ്രം ദ ബിഗിനിങ് ടു അവിടെ എത്തുന്ന വരെ ഇങ്ങനെ ഒരു എക്സ്ട്രാ പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കല്ലിൻ്റെ മേളിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് പറ്റുന്ന ഒരു തീവണ്ടിയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഇനി വെറുതെ ഉണ്ടാക്കിയതാണോ എനിക്കറിയത്തില്ല. എനിവേ, ഇതാണ് അതിൻ്റെ മേൾഭാഗം വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴേക്ക് പോകാനും ഒരു 800 മീറ്റേഴ്സ് ഉള്ളുവെങ്കിലും അത്യാവശ്യം കുത്തനെയാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് അതാണ് കാണേണ്ടത്. മേളിൽ നിന്ന് കാണുന്നേക്കാളും താഴെ പോയി എന്തായാലും കാണണം, അല്ലെങ്കിൽ ഈ വരുന്നതൊക്കെ വെറും വേസ്റ്റാണ്. സോ വീഡിയോ മുഴുവൻ കാണാം. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ കയറാനൊന്നും, ബട്ട് ഉണ്ട്. എൻ്റെ മോനെ, ഈ ചിറാപുഞ്ചിയൊക്കെ കേട്ട് 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 ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ശരിക്കും അത് ഫീൽ ചെയ്തു. ഇങ്ങനെ മഴ വെള്ളം പോകുന്നത് അത്രയും പ്രഷറിലും അത്രയും ക്വാണ്ടിറ്റിയിലുമാണ്. ആൻഡ് അതിൻ്റെ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഗ് പോലത്തെ ഫീലാണ്. അവിടെ ആദ്യം എൻട്രൻസിൽ അവിടെ കുറേ പേര് റെയിൻ കോട്ടൊക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു മഴയില്ലല്ലോ, പിന്നെ എന്തിനാ ആൾക്കാർ റെയിൻ കോട്ട് വാങ്ങിച്ചു പോകുന്നത്? ഇവർക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മളാണെങ്കിൽ കുട മാത്രമായിട്ട് വന്നേക്കുന്നത്. കണ്ട, കുടയൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഡാഡി കുട പിടിക്കുന്നതേ ഉള്ളൂ, വെറുതെയാണ്. കുറച്ചൊന്ന് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ.
സോ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ റെയിൻകോട്ട് എടുക്കുന്നത് ശരിക്കും നല്ലതാണ്. ബട്ട് അവിടെ നിൽക്കാൻ ഭയങ്കര അടിപൊളിയാണ്. നമുക്കിങ്ങനെ പോരണന്നേ ഉണ്ടാവില്ല. പിന്നെ പനി പിടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മേൾഭാഗത്ത് പോയി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിരുന്നു. എന്തായാലും നനഞ്ഞ് കുളിച്ചതാണ്. അപ്പം ഇനി കുറച്ച് നേരം വെയിലത്തിരുന്നു. ഞങ്ങൾ പോയ ദിവസം ചെറിയൊരു വെയിലുണ്ടായിരുന്നു. ബട്ട് വലിയ വെയിലല്ലെങ്കിലും കൊള്ളാവുന്ന വെയിൽ. ബട്ട് മേളിൽ നിന്ന് കാണാനും ശരിക്കും അടിപൊളിയാണ്. പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഹലോ, യാത്രകൾ പ്രിയപ്പെട്ടതാവാൻ പ്രിയപ്പെട്ടവരുണ്ടാവണമെന്നുണ്ടോ നിങ്ങൾക്ക്? എന്തായാലേ ഒരു ചെറിയ വ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ ലൊക്കേഷൻ കാണാൻ എത്ര കിലോമീറ്ററുകളാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നിട്ടത് കാണുന്നു, തിരിച്ചു വരുന്നു, കഴിഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ഓരോ യാത്രയും പ്രിയപ്പെട്ടതാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടാകുമ്പോഴാണ്. കാരണം എൻ്റെ ഒപ്പമുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഞാനിങ്ങനെ കേട്ടിരുന്നാൽ മതി. നമ്മളിപ്പോൾ 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, 4 മണിക്കൂർ വരെ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും അവർക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും, ഒത്തിരി ഹിസ്റ്ററി ഉണ്ടാവും. അവർ മുൻപ് ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇതൊക്കെ കേട്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. പക്ഷേ അറിഞ്ഞൂടാ ഇനി എങ്ങനെയായിരിക്കും ജീവിതമെന്നോ അല്ലെങ്കിൽ ഇനി ആരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമെന്നോ. എൻ്റെ ഇപ്പോഴത്തെ കോ ട്രാവലേഴ്സായ ഡാഡിയും മമ്മിയും അതിന് ബെസ്റ്റാണ്. ഡാഡിക്കും ഒത്തിരി പറയാനുണ്ടാവും, മമ്മിക്കും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടാവും. നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ തുമ്പൂർമൊഴിയും 2ാമത്തെ ലൊക്കേഷൻ അതിരപ്പള്ളിയൊക്കെ കഴിഞ്ഞു. ഈ കാട്ടിൽ കൂടിയുള്ള യാത്ര ശരിക്കും ഭയങ്കര ഒരു മൈൻഡ് റിലാക്സിങ് ആണ്. പ്രത്യേകിച്ച് ബിടെക്കൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന എനിക്ക് എന്തത്ര റിലാക്സ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നാലും എന്തൊക്കെയോ ഉണ്ട്. ഈ കാണാൻ പോകുന്നത് ചാപ്പാറ വെള്ളച്ചാട്ടമാണ്. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അവിടെ കാണുന്ന ആ ഒരു ബ്രിഡ്ജിൽ കയറി നിന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ആ ബ്രിഡ്ജ് ഈ റീസെൻ്റ്ലി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി കഷ്ടപ്പെട്ട് കാണുന്നത് കണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ മറ്റോ ചെയ്ത ഒരു അടിപൊളി പദ്ധതിയാണ്. എന്തായാലും നല്ലതാണ്. പക്ഷേ ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്തേക്കൊന്നും പോയില്ല. അടുത്ത് പോയി ഇത്രയ്ക്ക് ഭംഗി കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഹലോ, ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ലൊക്കേഷനാണ് ഈ വാഴച്ചാൽ. അതിലേക്കുള്ള വഴിയാണേ. പക്ഷെ വാഴച്ചാൽ കഴിഞ്ഞും ഈ വഴി നേരെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു സ്ലിപ്പ് എഴുതി വാങ്ങിച്ച് മലക്കപ്പാറ വരെ ഡ്രൈവ് ചെയ്ത് പോയി അവിടെ ഈ സ്ലിപ്പ് കാണിച്ചിട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു കണക്കിൽ പെടത്തുള്ളൂ. കാരണം ഇത് നല്ലൊരു തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇടയിൽ വെച്ച് വണ്ടി തിരിച്ച് വരാനോ അല്ലെങ്കിൽ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാനോ സമ്മതിക്കുന്നില്ല. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മലക്കപ്പാറയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ, വാഴച്ചാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പോയ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇപ്പോൾ ഇവിടെ 15 പേർ മരിച്ചു, അടുത്തത് നിങ്ങളാവാം എന്നൊക്കെ ഒരു ബോർഡ് വെച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. കാരണം ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ആൾക്കാർ ഇവിടേക്ക് ഇറങ്ങി കുളിക്കാറുണ്ടായിരുന്നു. ഞാൻ പോലും അതിരപ്പള്ളിയിൽ കുളിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇതൊരു ഭയങ്കര റിസ്കി വെള്ളച്ചാട്ടമാണ്. കാരണം മുകളിൽ നമുക്ക് ഭയങ്കര സേഫായിട്ട് തോന്നുമെങ്കിലും താഴ്ഭാഗത്ത് നല്ല ഒഴുക്കും അല്ലെങ്കിൽ കല്ലുകളുടെ ഒരു ആകൃതി അതൊന്നും അത്രയ്ക്ക് സുഖകരമല്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല. വലിയ കുഴികളും വള്ളങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മരിച്ചവർ അത്യാവശ്യം ഉണ്ട്. അവരുടെ ബോഡി ഒന്നും ഇതുവരെ കിട്ടാത്തതും ഉണ്ട്, കണക്കിൽപ്പെടാത്തതും എല്ലാതും ഉണ്ട്. അത് കാരണം തന്നെ ഇപ്പോൾ ഇതിന് ചുറ്റും വേലി കെട്ടിയേക്കാണ്. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങണമെന്ന് തോന്നിയാൽ പോലും ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഫുള്ളിങ്ങനെ കമ്പി വെച്ച് അടച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ പോലത്തെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയും നടക്കാം. ഒരാളെയും വെള്ളത്തേക്ക് ഇറക്കില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ ഫുള്ളിങ്ങനെ വേലി വെച്ചിട്ടുണ്ട്. കാരണം സേഫാണ്. നമ്മൾ ജസ്റ്റ് എൻജോയ് ദ വ്യൂ, ജസ്റ്റ് എൻജോയ് ദ പ്ലേസ്, അത്രയേ ഉള്ളൂ ഇപ്പോൾ. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. പിന്നെ ഇനി ഇതിൽ വക്രബുദ്ധി കാണിക്കാതിരിക്കുക.